കണ്ണൂരിൽ സ്വകാര്യ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. നിഖിലുണ്ട് കണ്ണൂരിൽ നിന്ന്. നിഖില്, നേരത്തെ ആ ദൃക്സാക്ഷി സൂചിപ്പിച്ച പോലെ തന്നെ യാത്രക്കാരനെ, അതായത് കാൽനട യാത്രക്കാരനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി ബ്രേക്ക് ചെയ്തപ്പോഴാണോ അപകടം ഉണ്ടായത്? വിവരങ്ങൾ. ഗൗതം, നിലവിൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന യാത്രക്കാരനെ രക്ഷിക്കുന്നതിന് വേണ്ടി വാഹനം ബ്രേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം വിട്ടു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ബസ് മറിയാതെ രക്ഷപ്പെടുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഏതായാലും 35-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പേർക്ക് സാരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ചിലർക്ക് തലയ്ക്കുൾപ്പെടെയാണ് പരിക്കേറ്റത്. ഇവരെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 പേരെയാണ് ഇപ്പോൾ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവർക്കാണ് കുറച്ച് സാരമായ പരിക്ക് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വാഹനം ഇപ്പോൾ ഉയർത്താനുള്ള ശ്രമമൊക്കെ ആരംഭിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഈ ബസ്സിൻ്റെ മുൻഭാഗം തളിപ്പറമ്പ് ഭാഗത്തേക്ക് ഫേസ് ചെയ്താണ് ഈ ബസ് കിടക്കുന്നത്. പക്ഷേ ഈ ബസ് ഇതിൻ്റെ നേരെ എതിർ ദിശയിൽ സഞ്ചരിക്കുന്ന ബസ്സായിരുന്നു. ആ ബസ്സാണ് പിന്നീട് ഈ ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് നേരെ തല തിരിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബസ്സിൻ്റെ നമുക്കിപ്പോൾ അതിൻ്റെ മുൻവശം ഉൾപ്പെടെ കാണാം, പൂർണ്ണമായും തകർന്ന നിലയിൽ കാണാം. 40ഓളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ ദൃക്സാക്ഷികൾ പറയുന്നതും വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്, ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അയാളെ രക്ഷിക്കാൻ ഈ ബസ് ഉടൻ ബ്രേക്ക് ചെയ്യുന്നു. ആ സമയത്ത് അപകടം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 35ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ, അപകടം സംഭവിക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്, അതൊരിക്കൽ കൂടി.